സ്വകാര്യ സർവകലാശാല ബില്ലിൽ CPM-നെ കണക്കിന് പരിഹസിക്കുന്നു ഡോക്ടർ ശശി തരൂർ MP. 19ാം നൂറ്റാണ്ടിന്റെ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്നവരുടെ കാര്യത്തിൽ ഇത് സാധാരണ സംഭവിക്കാറുള്ളതാണ് എന്ന് തരൂർ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാർ ഒരു ദിവസം 21ാം നൂറ്റാണ്ടിലേക്ക് കടക്കുമെന്നും അത് പക്ഷേ 22ാം നൂറ്റാണ്ടിൽ മാത്രമായിരിക്കുമെന്നുമാണ് കടുത്ത പരിഹാസം. വിനിത വിജയ വിവരങ്ങളുമായി ചേർന്നുണ്ട്. വിനിത, ശശി തരൂർ ഒരു വിപ്ലവകാരിയാണ്, അദ്ദേഹം മഹാനാണ് എന്നേക്കാലം പറഞ്ഞതാണ്. തരൂർ എന്തോ ഗംഭീര മനുഷ്യനാണ്, ലോകമറിയുന്ന മനുഷ്യനാണെന്നൊക്കെ EP ജയരാജൻ പറഞ്ഞതാണ്. ഈ തരൂരിൻ്റെ ഈ അക്കാദമിക് ഇടതുപക്ഷ വിമർശനം പണ്ടേ ഉള്ളതാണ്, ഇത് പുതിയ കാര്യമല്ല. തീർച്ചയായും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ സ്വകാര്യ ബില്ലിനെ പാസ്സാക്കിയത്, സ്വകാര്യ സർവകലാശാല ബില്ല് പാസ്സാക്കിയത് ഒരേ സമയം അദ്ദേഹം അതിനെ സ്വാഗതം ചെയ്യുകയുമുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ആ ഒരു നടപടി അദ്ദേഹം പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ കേരളത്തിലെ LDF സർക്കാർ ഒടുവിൽ ശരിയായ കാര്യം ചെയ്തു എന്നാണ് അദ്ദേഹം ഇന്ന് ട്വിറ്ററിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. തീരുമാനം പതിവ് പോലെ പക്ഷേ 15-20 വർഷം വൈകിയാണ് ഉണ്ടായതെന്നാണ് അതിന് പിന്നിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പരിഹാസം അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ 19ാം നൂറ്റാണ്ടിന്റെ പ്രത്യയശാസ്ത്ര ഉറച്ചു നിന്നവരുടെ കാര്യത്തിൽ ഇത് സാധാരണയായി സംഭവിക്കാറുള്ളതാണ്. അവർ പലപ്പോഴും ഈ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കമ്പ്യൂട്ടറുകൾ ആദ്യമായി വന്നപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഓഫീസുകളിൽ കയറി അത് തകർത്ത കാര്യം നിങ്ങൾ മറക്കരുതെന്നും അദ്ദേഹത്തിന്റെ കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ മൊബൈൽ ഫോണുകൾ എതിർത്ത ഒരേ ഒരു കക്ഷിയും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത്, അവർ ഒരു ദിവസം 21ാം നൂറ്റാണ്ടിലേക്ക് കടക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ട്, പക്ഷേ അത് 22ാം നൂറ്റാണ്ടിലേക്കാകും, ഈ 22ാം നൂറ്റാണ്ടിലായിരിക്കും എന്നാണ് അദ്ദേഹം അതിൽ പരിഹസിച്ചിരിക്കുന്നത്. അതേസമയം സ്വകാര്യ സർവകലാശാല ബില്ല് പാസ്സാക്കിയ നടപടി അദ്ദേഹം സ്വാഗതം ചെയ്യുന്നുമുണ്ട്. ഹാഷ്മി. ഓക്കെ, വിനിത വിജയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇത്തരത്തിൽ 19ാം നൂറ്റാണ്ടിലെ പ്രത്യയശാസ്ത്രം പ്രാകൃതം എന്നൊക്കെ അത് നേരത്തെയും ഇടതുപക്ഷത്തെ പറ്റിയും CPM-നെ പറ്റിയൊക്കെ പറയുന്നതാണ്. നേരത്തെ ആ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട ലേഖനം അവസാനിക്കുന്നതും ഈ രീതിയിൽ കേരളമായി പോകാനുള്ള കാരണം ആ പ്രത്യയശാസ്ത്രവും സമരങ്ങളും തൊഴിലാളി മുന്നേറ്റങ്ങളും ഒക്കെയാണ് എന്നാണെന്ന് പറഞ്ഞത്. ആ ലേഖനത്തോടാണ് ഈ പറഞ്ഞ AK ബാലനൊക്കെ അദ്ദേഹം മഹാനാണെന്നും അദ്ദേഹം വിപ്ലവകാരിയാണെന്നും ലോകമറിയുന്ന വലിയ നേതാവാണെന്നൊക്കെ CPM നേതാക്കൾ തന്നെ പറഞ്ഞത്. അപ്പോൾ CPM-നെ ഇടതുപക്ഷത്തെ അങ്ങേയറ്റം പരിഹസിക്കുന്നതിൽ CPM മറുപടി പറയുന്നെങ്കിൽ പറയട്ടെ.